ക്ലിപ്പ് ഇടുകയാണ്. ആ ചോദ്യം ചോദിച്ച ആളുകൾ കേട്ടോളി ഫുള്ളാണ്. അതിന്റെ അപ്പുറം ഇടാൻ പറഞ്ഞ ആളുകൾ ശരിക്കും ശ്രദ്ധിക്കാം. പണ്ടുകാലത്ത് പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹിദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്ന് ആരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫിറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹുവിന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹിദ്ദീൻ ശൈഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്, കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ സഹോദരന്മാരെ, പണ്ട് കാലത്ത് ശരിക്കും കേട്ടപ്പോ നിങ്ങൾ ശരിക്കും കേട്ടില്ലേ? പണ്ട് കാലത്ത് നമ്മൾ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ദൈവമേ രക്ഷിക്കണേ എന്നൊരു വീട്ടിൽ നിന്ന് കേൾക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കും അത് ഹിന്ദുവിന്റെ വീടാണ്. കാരണം മുസ്ലിങ്ങൾ അള്ളാഹുവേ എന്നാണ് പറയല്. അപ്പോ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അത് കാഫിറിന്റെ വീടാണെന്ന് നമ്മൾ പറയും. എന്നാലോ ചില വീടുകളിൽ കേൾക്കും മൊഹിയുദ്ദീൻ ശൈഖേ രക്ഷിക്കണേ, അത് മുസ്ലിമിന്റെ വീടാണ് എന്ന് നമ്മൾ പറയും. കാരണം മഹാന്മാരോട് സഹായം ചോദിക്കൽ മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യും, മഹാന്മാരോട് അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാൻ അവരോട് സഹായം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് മുസ്ലിമീങ്ങളുടെ വീടാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് മൂപ്പര് പറയുന്നു, യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. ഇതാണ് ഞാൻ ചോദിച്ചത്. മുമ്പ് സക്കരിയ സ്വലാഹി സംവാദത്തിൽ പറഞ്ഞത് നിങ്ങൾ മറന്നോ? അപ്പുറം ഇപ്പുറം വായിച്ചില്ലാന്ന് എന്നതുകൊണ്ട് നടൂത്തത് ഇല്ലാതാവോ എന്ന് യോജിച്ച പോലെ എനിക്കിവിടെ പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണ്. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ബാലേട്ടൻ എന്ന് പേര് പറഞ്ഞതുകൊണ്ട് തന്നെ അയാൾ ഹിന്ദു മതക്കാരനാണെന്ന കാര്യം ഉറപ്പാണല്ലോ. അയാൾ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ മുസ്ലിമാണൊന്നുമല്ല പറഞ്ഞത്, യഥാർത്ഥ മുസ്ലിമാണ് എന്നാ പറഞ്ഞത്. ഇവിടെയാണ് എന്റെ ചോദ്യം. അതല്ലേ മൗലവി പറയുന്നതും അബദ്ധാണ് എന്ന് പ്രവർത്തകർക്ക് തോന്നിയത്? മറുപടി പറയാതെ അവര് രക്ഷപ്പെട്ടത്, ഒരു നിഷ്പക്ഷമായി പറയാൻ ഒരാളെ കൂട്ടുപിടിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മാനദണ്ഡം ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണോ അല്ലേ? മുജാഹിദ് പറയുന്നു ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിമാണ്. അള്ളാന്റെ റസൂല് പറയുന്നു അങ്ങനെ പറഞ്ഞാ പോരാ. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മതക്കാരും മുസ്ലിമീങ്ങളാന്ന് പറയണ്ടേ? അതല്ലേ ഞാൻ നേരത്തെ വിശദീകരിക്കുമ്പോ പറഞ്ഞത്. എല്ലാ മതക്കാരും എപ്പോഴെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്നവരല്ലേ? അതുകൊണ്ട് എല്ലാ മതക്കാരും മുസ്ലിമീങ്ങളാന്ന് പറയാൻ പറ്റുമോ? അത് പറഞ്ഞാൽ മറ്റ് മതക്കാരത് അംഗീകരിക്കുമോ? അത് മുസ്ലിമീങ്ങളുടെ ആദർശമാണോ? അള്ളാന്റെ റസൂൽ പറയുന്ന അങ്ങനെയല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാന്റെ സമീപത്ത് വന്ന്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൻതശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ദൈവമേ രക്ഷിക്കണേ എന്ന് പറയലാണെന്നല്ല റസൂലുള്ള പറഞ്ഞത്. പിന്നെയോ അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനായി ഒരാളും തന്നെ ഇല്ലെന്നും അല്ലാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിച്ച് സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ പ്രഥമവുമായ കാര്യമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, മുജാഹിദ് മതത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് ബാലേട്ടൻ പറഞ്ഞ മുസ്ലിമാണെന്ന് പറയുന്നു. സുന്നികൾ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നത് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിച്ചാലേ മുസ്ലിമാകൂ എന്ന് റസൂലുള്ള പറയുന്നതും അത് പിൻപറ്റുന്ന സുന്നികളും പറയുന്നത്. എന്നാൽ ഈ ആശയത്തിൽ നിന്ന് മുജാഹിദുകളുടെ പൊട്ടൻ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂലുള്ളാന്റെ ആദർശം സ്വീകരിക്കുന്ന സുന്നികളോടൊപ്പം ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണെന്ന് മൗലവി പറയൂലേ എന്ന് ചോദിച്ചിട്ട് അയാള് മിണ്ടിയില്ല. പലതവണ ചോദിച്ചിട്ടും മിണ്ടിയില്ല.
അങ്ങനെയായപ്പോ അയാൾക്ക് തോന്നി ഇത് കുടുങ്ങിയപ്പം വേറെ ചില ആളുകൾ നിഷ്പക്ഷമായി പറയാൻ ഒരാളെ വിട്ട് കലക്കി എന്നല്ലാതെ ഇതിന് മറുപടിയായോ സഹോദരന്മാരെ? ഇതിങ്ങോട്ട് പറ ആരാ പറയാ? ബഹുമാനപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, പല കാലങ്ങളായിട്ട് ഈ പഞ്ചായത്ത് ജംഗ്ഷനിലേക്ക് സ്റ്റേജ് കെട്ടി അവര് കെട്ടും ഇവര് കെട്ടും അങ്ങനെ ഒരുപാട് കെട്ടുണ്ട്. ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത്, നിങ്ങൾ പറഞ്ഞ ക്ലിപ്പ് കാണിക്കാൻ പറഞ്ഞു, ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് ക്ലിപ്പ് കണ്ട് തിരിച്ചൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ദയവേത് ധൈര്യം പ്ലീസ് നടന്നു വരാം. അല്ല, നേരത്തെ ആ ക്ലിപ്പ് കാണിച്ചാ പ്രതികരിക്കാന്ന് ആ സുഹൃത്ത് പറഞ്ഞിരുന്നു. അതില്ല, ഇവിടെ എടുത്തില്ലേ? എന്നാ പറയ്, ഒന്ന് പ്രതികരിക്കും പ്ലീസ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ വിവരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത്തരം നേരം സമയം വിനിയോഗിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വേദിയൊരുക്കിയത് അൽഹംദുലില്ലാ, രണ്ട് സഹോദരന്മാർ ചോദിക്കാം എന്നുള്ള നിലക്ക് തന്നെ വന്ന് ചോദ്യോത്തരങ്ങളൊക്കെ നൽകി എല്ലാ നിലക്കും ചോദിക്കുകയും മറുപടി പറയുകയൊക്കെ ചെയ്തു. പിന്നെ സ്വാഭാവികമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം വേദികളൊക്കെ സംശയ നിവാരണത്തിന് ഇത്തരം വേദികളൊക്കെ ഒരുക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മാത്രം കുത്തകയാണ് എന്ന് മാത്രം ഈ സമയത്തുണർത്തിക്കൊണ്ട്, പ്രിയപ്പെട്ട ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ ഒരു 10 മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് അടുത്ത് വരിക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആചങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ ആരുടെ മുമ്പിലും തുറന്നു പറയാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ മഹാരഥന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ സമുന്നതരായ പണ്ഡിതന്മാരുടെ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള സാദാത്തുക്കളുടെ അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആദർശമാണ് എന്ന് ഈ സമയത്തുണർത്തുകയാണ്. അർഹമുർറാഹിമീനായ റബ്ബിന്റെ ദീന് ഇൻഷാ അല്ലാഹ് ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം പറയുക തന്നെ ചെയ്യും. അള്ളാഹു നമുക്കതിന് ശക്തി നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്തുണർത്തുന്നതോടൊപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, എന്റെ മറുപക്ഷത്തിരിക്കുന്ന സുഹൃത്തുക്കളോട് ഈ സമയത്ത് ഉണർത്താനുള്ളത്, ഇതുപോലെ ഒരു ഓപ്പൺ വേദി പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ ഈ ശൈലിയിലുള്ള ഒരു മുഖാമുഖം നടത്താൻ, അതുപോലെ മറുപടി പറയാൻ കഴിയുന്ന മറുപക്ഷികൾക്കോ അവരുടെ പണ്ഡിത സംഘടനക്കോ ഇതുപോലൊരു വേദി ഒരുക്കാൻ ആണത്വമുണ്ടോ ആർജവമുണ്ടോ എന്ന് ഈ സമയത്ത് ചോദിച്ചുകൊണ്ട് റബ്ബ് തആല ഈ സംരംഭത്തിന് എല്ലാവരുടെ ബർക്കത്ത്